So once the 3D is finalized, ഇതിൻ്റെ ഒരു ഇന്റീരിയർ പ്രോജക്റ്റിൻ്റെ എക്സിക്യൂഷൻ ഫേസ് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആ 3Dക്ക് അനുസരിച്ചിട്ട് ആ സൈറ്റിൻ്റെ മെഷർമെന്റ്സും കാര്യങ്ങളും കറക്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഫുള്ളി പ്രൊഡക്ഷൻ ഡ്രോയിങ്സും കാര്യങ്ങളും നമ്മൾ ഇവിടെ ചെയ്യുന്നു. ഓരോ എലമെന്റ്സും ഓരോ മെറ്റീരിയൽസും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് പ്രോപ്പർ BOQ, പ്രോപ്പർ മെറ്റീരിയൽ ലിസ്റ്റും പ്രോപ്പർ പ്രൊഡക്ഷൻ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഡിസൈൻ ഫേസിൽ നിന്ന് വിൽ ഗോ ടു ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. കം ഫോളോ മീ. സോ ഇതിൻ്റെ എക്സിക്യൂഷനിൽ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ്. ഇത് നമ്മുടെ സ്റ്റോക്ക് റൂമാണ്. ഒരു പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് അതിന് വേണ്ട ഫുൾ മെറ്റീരിയൽ ലിസ്റ്റ് നമ്മൾ എടുത്തിട്ട് മുൻപേ തന്നെ സ്റ്റോക്ക് ചെയ്ത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതായത് റോ പ്ലൈവുഡ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് പ്രസ് ചെയ്ത് നമുക്ക് ഓരോ പ്രൊജക്റ്റിൽ വേണ്ട ഫിനിഷിലോട്ടും കാര്യം നമ്മൾ മാറ്റിയെടുക്കുന്നു. ദെൻ കംസ് ദ കട്ടിങ് യൂണിറ്റ്. ഇവിടെ വന്ന് നമ്മളുടെ റിക്വയർഡ് സൈസസിലും ഷേപ്സിലും കട്ട് ചെയ്ത് ഓരോ പാനൽസും ഓരോ യൂണിറ്റ്സും നമ്മളിവിടെ സെഗ്രിഗേറ്റ് ചെയ്യുന്നു. ഇത് ഓരോ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഓരോ റൂംസിലും കാര്യങ്ങളും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഓരോന്നിലും നമ്മൾ നമ്പേഴ്സും കാര്യങ്ങളും കണ്ടറിയാം.